ഇനി നിങ്ങളുടെ നോട്ട്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഈസ് ദെയർ എനി മെറ്റീരിയൽ വിച്ച് വെൻ പ്ലേസ്ഡ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ഓഫ് എ കപ്പാസിറ്റർ റെഡ്യൂസസ് ദ കപ്പാസിറ്റൻസ്? ഒരു കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്ക് ഏതെങ്കിലും മെറ്റീരിയൽ എടുത്തു വെച്ചാൽ ഫുള്ളായിട്ട് വയ്ക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്ക് ഏതെങ്കിലും മെറ്റീരിയൽ കയറ്റി വെച്ചാൽ കപ്പാസിറ്റൻസ് കുറയോ എന്നാണ് ക്വസ്റ്റ്യൻ. ഈസ് ദെയർ എനി മെറ്റീരിയൽ which when placed between the plates of a parallel plate capacitor reduce capacitance എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഏത് മെറ്റീരിയൽ ആയിക്കോട്ടെ, ഫോർ എനി മെറ്റീരിയൽ കെ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 1. ലോകത്തുള്ള എല്ലാ മെറ്റീരിയലിന്റെയും കെ വാല്യൂ എത്രയെക്കാളും കൂടുതലാണ്? 1-നേക്കാളും കൂടുതലാണ്. അപ്പോൾ ഒരു ഡയലക്ട്രിക് കയറ്റി വെച്ചാൽ വാട്ട് ഈസ് എ കപ്പാസിറ്റൻസ്? കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു കെ ടൈംസ് സി എന്നല്ലേ? അപ്പൊ ഇവിടെ കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ദിസ് ആൻസർ ഈസ് ഷുവർലി ഇൻക്രീസിങ്. ആം ഐ റൈറ്റ്? സോ പുതിയ കപ്പാസിറ്റൻസ് വിൽ ബി ഗ്രേറ്റർ ദാൻ പഴയ കപ്പാസിറ്റൻസ് എന്നല്ലേ വരൂ? ലിസൺ, ഫോർ എനി മെറ്റീരിയൽ ദ കെ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 1. സോ ദ കപ്പാസിറ്റൻസ് is equal to k times c എന്നാണ്. Isn't it? K value is always greater than 1. So this answer is greater than 1. So your capacitance is always increasing. So no material is found like that. For any material, K value is greater than 1. Okay. So capacitance has always increases on introducing a material between the plates. Okay. ഇനി നിങ്ങളുടെ നോട്ട്സിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. In figure, what is the work done in moving a charge from point A to point B? അപ്പോൾ അവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. സർക്കിളിന്റെ സെന്ററിലായിട്ട് ഒരു ചാർജ് വെച്ചിട്ടുണ്ട്, ഒരു പ്ലസ് ക്യൂ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ 2 പോയിന്റ്സ് മാർക്ക് ചെയ്തിരിക്കുന്നു, A, B. Question, what is the work done in moving charge from A to B? So listen here, you can find a circle here. At the center, there is a positive charge plus Q. Then, here you can find 2 points A and B. What is the work done in moving a charge from A to B? A in the B like ഒരു ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള വർക്ക് എത്ര? So listen here. See, വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ പറയാം. വർക്ക് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ് എന്നല്ലേ? വർക്ക് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ്. നിങ്ങൾ നോക്കണം, ഇവിടെ എയുടെ പൊട്ടൻഷ്യൽ എത്ര? എയിലെ പൊട്ടൻഷ്യൽ എത്ര എന്ന് പറയൂ. വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ അറ്റ് എ? പൊട്ടൻഷ്യൽ അറ്റ് എ ഈസ് ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ 0. ഞാൻ കെ എന്ന് വിളിച്ചോട്ടെ. 1/4 പൈ എപ്സിലോൺ 0 Q by R. ബുദ്ധിമുട്ടില്ല. സോ പൊട്ടൻഷ്യൽ അറ്റ് എ ഈസ് ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ 0 Q by R. വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ അറ്റ് ബി? പൊട്ടൻഷ്യൽ അറ്റ് ബി അതും എത്ര തന്നെയാണ്? 1/4 പൈ എപ്സിലോൺ 0 Q by R തന്നെയല്ലേ? സോ 1/4 പൈ എപ്സിലോൺ 0 Q by R. അപ്പൊ എന്താണ് മനസ്സിലായത്? പൊട്ടൻഷ്യൽ അറ്റ് എയും പൊട്ടൻഷ്യൽ അറ്റ് ബിയും സെയിം അല്ലേ? സോ വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? 0 അല്ലേ? ഇൻറ്റു നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്ന ചാർജ് ഈസ് ഈക്വൽ ടു ആൻസർ 0 അല്ലേ? സോ വാട്ട് ഈസ് എ വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഫ്രം എ ടു ബി? ആൻസർ ഈസ് 0. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ലിസൺ ഹിയർ, ദിസ് ഈസ് എ ചാർജ് പ്ലസ് Q അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ അറ്റ് എ? 1/4 പൈ എപ്സിലോൺ 0 Q by R. What is the potential at B? Same, 1/4 pi epsilon 0 Q by R. So, potential at A equal to potential at B. Then, I want to move a charge from A to B. What is the work done? It is a question. So, work is equal to potential difference into charge. You know the equation. Potential at A equal to potential at B. So, potential same. So, potential difference is 0. 0 into charge. So, what is your answer? Answer is 0. അടുത്ത നോട്ട്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ പോയിന്റ് ചാർജ് ഈസ് ഫസ്റ്റ് ടേക്കൺ ഫ്രം എ ടു സി. ഒരു പോയിന്റ് ചാർജിനെ ആദ്യം എയിൽ നിന്ന് സിയിലേക്ക് കൊണ്ടുപോയി, ഈ ലൈനിൽ കൊണ്ടുപോയി. ഓക്കെ, ദെൻ ഫ്രം സി ടു ബി, സിയിൽ നിന്ന് പിന്നെ ബിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ സിയിൽ നിന്ന് ബിയിലേക്കും കൊണ്ടുപോയി. ഇനി ദെൻ ദർ ഇസ് എ ചാർജ് പ്ലസ് ക്യൂ അറ്റ് ദ സെന്റർ. സർക്കിളിന്റെ സെന്ററിൽ ആരുണ്ടെന്ന്? ഒരു പ്ലസ് ക്യൂ ഉണ്ട്. Then along which path more work is done? ഇതിൽ ഏത് പാത്തിലാണ് കൂടുതൽ വർക്ക്? എ തൊട്ട് സി വരെ കൊണ്ടുപോകുമ്പോഴാണോ അതോ സി തൊട്ട് ബി വരെ കൊണ്ടുപോകുമ്പോഴാണോ കൂടുതൽ വർക്ക്? അതല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ തന്നെ പറയാം. അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് ഈസ് ഈക്വൽ ടു
പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ. വർക്ക് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ്. അപ്പൊ നമ്മുടെ വർക്ക് എന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്ന ആ കേസിൽ, എന്ന് സിയിലേക്ക് മൂവ് ചെയ്യുന്ന കേസിൽ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് ഈസ് ഈക്വൽ ടു എയും സിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കണം അല്ലേ? അപ്പൊ നിങ്ങൾ തന്നെ നോക്കൂ, എയിലെ പൊട്ടൻഷ്യൽ എത്ര? വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ അറ്റ് എ? പൊട്ടൻഷ്യൽ അറ്റ് എ എത്രയാ? 1/4πε0 Q/r അല്ലേ? സോ 1/4πε0 Q/r. അടുത്ത് വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ അറ്റ് ബി? പൊട്ടൻഷ്യൽ അറ്റ് ബി സെയിം അല്ലേ? 1/4πε0 Q/r അല്ലേ? സോ 1/4πε0 Q/r. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം, എയിലെയും ബിയിലെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പൊ ഞാൻ ഇവിടെ സൈഡിൽ എഴുതിക്കാം, പൊട്ടൻഷ്യൽ അറ്റ് എ ആൻഡ് പൊട്ടൻഷ്യൽ അറ്റ് ബി ഈക്വൽ. ശരിയാണല്ലോ. ഇനി നമുക്കിവിടെ എന്ന് സിയിലോട്ടുള്ള മൂവ് ചെയ്യിപ്പിക്കാൻ ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ലിസൺ, ഈ സിയിലെ പൊട്ടൻഷ്യൽ എങ്ങനെ ഇരിക്കും? എയിലതും ബിയിലും വെച്ച് കൂടുതലായിരിക്കോ കുറവായിരിക്കോ? ഈ ഡിസ്റ്റൻസ് കുറവാണ്, അപ്പൊ പൊട്ടൻഷ്യൽ കൂടൂല്ലേ? പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 1/4πε0 Q/r അല്ലേ? അപ്പൊ ഇവിടെ Q/r കുറവല്ലേ? അപ്പൊ സിയിലെ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അപ്പൊ എന്ന് സിയിലോട്ട് മൂവ് ചെയ്യിപ്പിക്കണം. അപ്പൊ അതിന് വേണ്ടിയുള്ള വർക്ക് കണ്ടുപിടിക്കണം. വർക്ക് കാണാനുള്ള ഇക്വേഷൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ്. അപ്പൊ വലിയ പൊട്ടൻഷ്യലിൽ നിന്ന് ചെറിയ പൊട്ടൻഷ്യൽ മൈനസ് ചെയ്യുക. ഏതാണ് വലിയ പൊട്ടൻഷ്യൽ? പൊട്ടൻഷ്യൽ അറ്റ് സി മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് എ ഇൻറ്റു ചാർജ്. ശരിയല്ലേ? ഇനി ഓക്കെ, കുഴപ്പമില്ല. ഇനി ഈ രണ്ട്, ഈ വി എക്കും ബിക്കും പകരം ഞാൻ വി എന്ന് വിളിക്കാം. ഇനി നിങ്ങൾ പറയൂ. സോ വർക്ക് ഡൺ ഇൻ മൂവിങ് ഫ്രം എ ടു സി ഈക്വൽ ടു വി സി മൈനസ് വി എയുടെ ആൻസർ വി ഇൻറ്റു ചാർജ് എന്നാണ്. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത് വർക്ക് ഡൺ ഇൻ മൂവിങ് ഫ്രം സി ടു ബി കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ എന്താ വഴി? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ് ആണ് ഇക്വേഷൻ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ്. വർക്ക് ഡൺ ഇൻ മൂവിങ് ഫ്രം സി ടു ബി ഇസ് ഈക്വൽ ടു സിയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയണം. സി ആണോ ബി ആണോ ഹൈ പൊട്ടൻഷ്യൽ ഉള്ളത്? സി ആണ്. എന്ത്? സിയിലേക്കുള്ള ഡിസ്റ്റൻസ് കുറവ്, അപ്പൊ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വലിയ പൊട്ടൻഷ്യലിൽ നിന്ന് ചെറിയ പൊട്ടൻഷ്യൽ മൈനസ് ചെയ്യുക. അപ്പൊ വി സി മൈനസ് വി ബി ഇൻറ്റു ചാർജ്. അപ്പോ വർക്ക് ഫ്രം സി ടു ബി പറഞ്ഞോളൂ. വി സി മൈനസ് വി ബിയുടെ ആൻസർ പറയൂ, അത് വി ആണ്, ഇൻറ്റു ചാർജ്. നിങ്ങൾ നോക്കൂ, ഇതാണ് വർക്ക് ഇൻ മൂവിങ് ഫ്രം എന്തെന്ന് എ ടു സി. ഇതാണ് വർക്ക് ഇൻ മൂവിങ് ഫ്രം സി ടു ബി. രണ്ടിന്റെ ആൻസർ സെയിം അല്ലേ? വർക്ക് ഇൻ മൂവിങ് ഫ്രം എ ടു ബി, എ ടു സി ആൻഡ് വർക്ക് ഇൻ മൂവിങ് ഫ്രം സി ടു ബി ആർ സെയിം. സോ രണ്ട് വർക്കും സെയിം ആണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. സോ യു ഹാവ് എ സർക്കിൾ ഹിയർ അറ്റ് ദ സെന്റർ, there is a positive charge. Then here you can find 2 points A and B. There is a third point C. Then you are moving a test charge first from A to C and next from C to B. In which path more work is done? It is a question. Listen, the distance from positive charge to A and B same. So potential at A and potential B at B same. So I take the value as V. No problem. Then C is at a small distance. Am I right? So potential at C is a greater answer, bigger answer. Then I want to find the work. Work, what is the equation? Work is equal to potential difference into charge. First I am moving from A to C. So work in moving from A to C. Potential difference into charge. Potential difference means bigger potential minus smaller potential. A ilano C ilano bigger potential. Potential at C is greater. So potential at C minus potential at A into charge. Okay. Then is equal to Vc minus, what is answer of Va? V into charge. Okay, this is a work done in moving from A to C, no doubt. Then what is the work done in moving from C to B? What is the equation? Potential difference into charge. Potential at C is greater than potential at B. So what is the potential difference? Greater potential minus smaller potential into charge. Then instead of Vb you write V. Okay, so work in moving from A to C, work in moving from C to B, same. So the work in both cases equal. Got it? Next question. So in figure, what is the work done in moving a charge along a closed path A, B, C, D, A? So I shall draw the figure. So you can find two parallel plates. Okay, two parallel plates. Then
in between, you know, what type of electric field exists? Uniform electric field exists, you know. Then here a path is shown like this. So this is a path shown A, B, C, D. Okay. Then what is a work done in moving along the path A, B, C, D, A? A, B, C, D, A. It is a closed path. Am I right? So it is a closed path. Very clear. So in between the plates, what type of electric field? Uniform electric field. So anyway, there is an electric field. Electrostatic field is a conservative field, you know. Then in that field, you are moving a charge along this closed path. So what is the work done? It is a very important point we have studied. The work done in moving a charge in an electrostatic field is in a closed path in an electrostatic field is zero, because electrostatic field is a conservative field. Electrostatic field is a conservative field. Then work done in moving a charge in a closed path is zero. Work done in moving a charge along a closed path should be zero. So what is the work done in this case? The answer is zero. Okay. Next question. Why electrostatic field inside a conductor is zero? It is a question. Why electrostatic field be zero inside a conductor? ഒരു കണ്ടക്ടറിന്റെ അകത്ത് ഉള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എത്രയാണ്? സീറോ ആണ്. നമ്മൾ പറഞ്ഞല്ലേ, ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടർ, ഇത് ചാർജ്ഡ് കണ്ടക്ടർ ആയാലും കൊള്ളാം, ഏത് കണ്ടക്ടർ ആയാലും കൊള്ളാം, ഒരു കണ്ടക്ടർ ആണെങ്കിൽ ഇതിന്റെ അകത്തുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന്റെ വാല്യൂ സീറോ ആണ്. വൈ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ പ്രൂഫൊക്കെ നമ്മൾ ചെയ്താണ്. ഇതിപ്പോ നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയാം. എന്താ ഇങ്ങനെ സീറോ എന്ന് തന്നെ പറയുന്നത്? ഇതിന്റെ അകത്തൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ എന്താണ് അവസ്ഥ? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിൽ പോസിറ്റീവ് ചാർജസ് മൂവ് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നെഗറ്റീവ് ചാർജസ് മൂവ് ചെയ്യും. സംശയമുണ്ടോ? അതായത് ഒരു കണ്ടക്ടറിന്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എങ്കിൽ, ഒരു കണ്ടക്ടറിന്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ചാർജസ് ചുമ്മാ അത് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടും. ശരിയല്ലേ? വിത്തൗട്ട് ദ എക്സ്പെൻസ് ഓഫ് എനി എനർജി. വേറെ എനർജി ഒന്നും കൊടുക്കണ്ട. ഒരു കണ്ടക്ടറിന്റെ അകത്ത് ചുമ്മാതെ ചാർജസ് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിയേനെ. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് എ സിറ്റുവേഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. അപ്പോൾ ഇതിനകത്ത് എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. സോ ലിസൺ, inside a conductor electrostatic field is zero. So this is a conductor, charged or uncharged, that is not a matter. Inside electrostatic field is zero. So theoretically you say why it is like that. Okay, so if there is an electric field inside, due to its effect the charges move inside the conductor. Am I right? So such a situation does not exist. So there cannot be an electric field inside a conductor. Once again, if there is an electric field inside the conductor, due to its influence, charges move inside. Am I right? This type of a situation does not exist. So electric field should be zero. Okay. So next question, two conductors carry equal positive charges. Can there be a potential difference between them? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. രണ്ട് കണ്ടക്ടേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. ഈ രണ്ടിനും പോസിറ്റീവ് ചാർജാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടിലെയും പോസിറ്റീവ് ചാർജ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അപ്പം അതിലെ ചാർജും ഇതിലെ ചാർജും സെയിം ആണ്, ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ശ്രീകുട്ടൻ്റെ ആൻസർ എന്താണ്? യെസ് ആണോ നോ ആണോ? രണ്ടും ഉണ്ടല്ലേ. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് ഒരു ഷെല്ലിനെ എടുക്കാം. ഇപ്പോൾ ഒരു ഷെല്ലെടുക്കാം. ഓക്കെ, ഒരു ഷെല്ലെടുക്കാം. ഒരു ചെറിയ ഷെല്ലും എടുക്കാം, ഒരു വലിയ ഷെല്ലും എടുക്കാം. അപ്പം അതാ ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്, ഇതിൻ്റെ റേഡിയസ് സ്മോൾ ആർ ആണ്. ഓക്കെ, ഷെല്ലാണ് ഷെൽ 1, ഇത് ഷെൽ 2. ഇനി ഇതിനും ക്യൂ എന്ന് പറയുന്ന ചാർജ് കൊടുത്തു, ഇതിനും ക്യൂ എന്ന് പറയുന്ന ചാർജ് കൊടുത്തു. ചാർജ് സർഫസിലായിരിക്കും എന്ന് നമുക്കറിയാം. വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ ഹിയർ? ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്താണ്? വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ്? 1/4πε0 ക്യൂ ബൈ ക്യാപിറ്റൽ ആർ അല്ലേ? ദെൻ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്താണ്? വി ഡാഷ് എന്ന് വിളിക്കാം. പറയൂ. 1/4πε0 ക്യൂ ബൈ സ്മോൾ ആർ അല്ലേ? ഈ രണ്ട് ആൻസറും സെയിം ആണോ? അല്ല. അപ്പൊ രണ്ടും എന്താണ്? കണ്ടക്ടേഴ്സ് ആണ്. രണ്ടിലുള്ള ചാർജ് സെയിം ആണ്. പക്ഷേ രണ്ടിന്റെ പൊട്ടൻഷ്യലിന്റെ ആൻസർ സെയിം ആണോ? അല്ല. So there can be a potential difference. So listen, I am giving you an example. Here I am considering two shells.
See, this is a shell of radius capital R, that is a shell of radius small r. I am giving same charge to both, Q. Then what is the potential on the surface of the first one? 1 by 4 pi epsilon 0 Q by capital R. What is the potential on the surface of the second one? V dash equal to 1 by 4 pi epsilon 0 Q by small r. See, the answers are different. See, even though the charges are same, the potentials are different. So, your answer, see, what is our question? The two conductors carry equal positive charges. Can there be a potential difference between them? Surely, yes. If somebody is asking you to show an example, you show this. Okay.